ഒരു സിംഗിൾ മലയാളിയായിട്ടും ഇതുവരെ അരികെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം യു ആർ റിയലി മിസ്സിങ് ഔട്ട്. മലയാളികളെ മീറ്റ് ചെയ്യാനും പ്രണയം കണ്ടെത്താനും ഇന്നത്തെ കാലത്ത് അരികേനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ഇല്ല. യുവജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അരികെ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി യുവതികൾക്ക് കെണിയൊരുക്കിയാണ് ടോം തോമസ് എന്നും യുവതികൾക്കിടയിൽ ഇച്ചായൻ എന്നും അറിയപ്പെടുന്ന ഈ മാന്യൻ ചതിക്കുഴി ഒരുക്കുന്നത്. വിവാഹം കഴിച്ച് കൗമാരക്കാരായ 2 കുട്ടികളുള്ള ഇയാൾ ഇന്ന് പുതുതലമുറയിൽപ്പെട്ട പലരും ഡേറ്റിംഗ് ആപ്പുകൾക്ക് പിന്നാലെയാണ് അല്ലെ. എന്താണ് ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡേറ്റിംഗിന് വേണ്ടിയുള്ള ആപ്പ് അതന്നെ ഡേറ്റിംഗ് ആപ്പ്. ഈ മാട്രിമണി ആപ്പുകളെ പോലെ തന്നെ നമുക്ക് പങ്കാളിയെ കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഈ ഡേറ്റിംഗ് ആപ്പുകൾ. പക്ഷേ ഈ മാട്രിമണി ആപ്പുകളിൽ നിന്നുമൊക്കെ ഈ ഡേറ്റിംഗ് ആപ്പുകൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെട്ട് ഉടനെ വിവാഹത്തിലേക്ക് കടക്കാതെ ആ വ്യക്തിയുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ വ്യക്തിയുമായി വിവാഹബന്ധത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ഇനിയിപ്പോ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനും പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൂടുതൽ അടുത്തറിഞ്ഞതിന് ശേഷം അവരെ വിവാഹം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് ഡേറ്റിംഗ് ആപ്പ് വഴി കിട്ടുമെന്നുള്ളതാണ്. കുറച്ചുകൂടി സൗകര്യപ്രദമാണെന്ന് അർത്ഥം. പക്ഷേ സൗകര്യങ്ങൾ കൂടുമ്പോൾ ചതിക്കുഴികളും കൂടുമെന്നാണല്ലോ. അത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പ് വഴി നടന്ന വലിയൊരു ചതിക്കുഴിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അരികെ എന്ന് പറയുന്ന ആപ്പ്. എന്റെ അമ്മ, ഒരു കാലത്ത് ഇത്രത്തോളം വെറുപ്പിച്ച ഒരു ആപ്പ് വേറില്ലായിരുന്നു. എവിടെ നോക്കിയാലും അരികേന്റെ പരസ്യമായിരുന്നു അല്ലെ. സോഷ്യൽ മീഡിയയുടെ മുക്കിലും മൂലയിലും അരികേന്റെ പരസ്യം തന്നെയായിരുന്നു. യുവന്മാരുടെ പരസ്യം കാരണം സൈ കെട്ടുപോയിട്ടുണ്ട്. അവസാനം ട്രോളന്മാർക്ക് വരെ ഈ അരികെ ആപ്പ് എടുത്ത് ട്രോളേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. മലയാളികൾക്ക് വേണ്ടിയുള്ള ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരികെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ പരസ്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ മലയാളത്തിലെ ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആഹാന കൃഷ്ണയും സാനി അയ്യപ്പനും, അതുപോലെ തന്നെ പ്രമുഖ നടീ നടന്മാരായിട്ടുള്ള അനാർക്കലി മറിക്കാറും, അതുപോലെ തന്നെ കാളിദാസ് ജയറാമും ഒക്കെ ആയിരുന്നു ഇതിന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അത്രത്തോളം ഹ്യൂജ് ആയി പരസ്യം ചെയ്ത ഒരു ആപ്പും കൂടി ആയിരുന്നു അരികെ എന്ന് പറയുന്ന ആപ്പ് അല്ലെ. എന്തായാലും ഇപ്പോഴും ഡേറ്റിംഗ് പർപ്പസിനും ഒക്കെ ആയിട്ട് മലയാളികളിൽ പലരും ഈ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ഒരു ആപ്പ് വഴി നടന്ന വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് സംഭവം നടക്കുന്ന മറ്റെവിടെയുമല്ല, ലണ്ടനിലാണ്. അരികെ കേരളത്തിലെ ആപ്പല്ല, അപ്പൊ ലണ്ടനിൽ എന്താ അരികെക്ക് പരിപാടി എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാവും അല്ലെ. സംഭവം ഈ ആപ്പ് വഴി ലണ്ടനിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളി യുവാവ് നടത്തിയ ഒരു ചതിക്കനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ലണ്ടനിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ടോം തോമസ് എന്നാണ് ഈ ചങ്ങായിന്റെ പേര്. ഇയാൾ ഇച്ചായൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇയാളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. വിവാഹം കഴിച്ചു കൗമാരക്കാരായിട്ടുള്ള 2 കുട്ടികളുള്ള ഇയാൾ ഭാര്യ ഒഴിവാക്കിയെന്നും കുട്ടികൾക്ക് ഒരു അമ്മയുടെ സംരക്ഷണം ആവശ്യമുണ്ട് എന്നും പറഞ്ഞൊക്കെയാണ് അവിവാഹിതകളെയും വിവാഹമോചനം നേടിയ യുവതികളെയും ഒക്കെ അരികെ ആപ്പ് വഴി വശത്താക്കുന്നത്. ഈ സ്ഥിര വരുമാനവും ജോലിയുമുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുക വഴി ഇയാളുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന്, ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ലൈംഗികമായി ചൂഷണം ചെയ്ത് ഒഴിവാക്കുക. രണ്ടാമത്, ഇവരിൽ നിന്നും പണം തട്ടുക. ഇതായിരുന്നു ഇയാളുടെ മെയിൻ ലക്ഷ്യം. പക്ഷെ ഇയാൾ ഭയങ്കര വിരുദ്ധനാണ് കേട്ടോ. ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ പരാതിയുമായി പോകാതിരിക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ? ഓരോ പെൺകുട്ടികളെ പരിചയപ്പെടുമ്പോഴും അവരുമായി ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ മോഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് അവരെ കൊണ്ട് തന്നെ സെക്സിന് താല്പര്യമുണ്ടെന്ന് പറയിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പുറമെ നിന്ന് നോക്കുമ്പോൾ എന്താണ് തോന്നുക? അവരെ ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ വാങ്ങി കൊടുക്കുന്നതായിട്ടായിരിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ ലൈംഗിക ചൂഷണം ചെയ്ത പെൺകുട്ടികൾക്ക് ഇയാൾക്കെതിരെ പരാതിയുമായി പോകാൻ കഴിയില്ല. അത്രയും കുബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ ഇയാൾ. ഇയാൾക്ക് പെൺകുട്ടികളെ നല്ല രീതിയിൽ സംസാരിച്ച് വശത്താക്കാനുള്ള കഴിവുണ്ട്. ഇയാളുടെ ഈ കുബുദ്ധി തന്നെയാണ് ഇയാളുടെ ആയുധവും. ഇയാളുടെ ഈ കുബുദ്ധി ഉപയോഗിച്ച് ഇയാൾ 6ഓളം പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവരാരും പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായിട്ടില്ല. എങ്ങനെ പരാതിയായിട്ട് പോകാൻ പറ്റും? അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണല്ലോ സെക്സ് ചെയ്തത്. ഇനി ലൈംഗിക ചൂഷണം മാത്രമല്ല, ഈ ജോലിയുള്ള പെൺകുട്ടികളിൽ നിന്നും ഇയാൾ സാമ്പത്തിക തട്ടിപ്പും നടത്താറുണ്ട്. ഇതേമാതിരി സൗഹൃദം സ്ഥാപിച്ച് ഇവരുടെ ട്രസ്റ്റ് നേടിയെടുത്തതിന് ശേഷം കുറച്ച് പണം ആവശ്യപ്പെടും. കടമായിട്ടായിരിക്കും ആവശ്യപ്പെടുക. എന്നിട്ട് ആ പണവും കിട്ടി ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ നൈസായിട്ട് ഇവരങ്ങ് തട്ടും, അടുത്ത പെണ്ണിനെ തേടി പോകും. ഇങ്ങനെ ഇയാൾ പല പെൺകുട്ടികളിൽ നിന്നുമൊക്കെ ആയിട്ട് 30 ലക്ഷത്തോളം രൂപ തട്ടിയിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എത്രയാണ് 30 ലക്ഷത്തോളം രൂപ? ഇത് ബ്രിട്ടീഷ് മലയാളി എന്ന ലണ്ടനിലെ മലയാളം പത്രമാണ് പുറത്തു വിടുന്നത് കേട്ടോ ഈ വാർത്ത. ഇപ്പോഴും അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ഈ വാർത്ത കിടപ്പുണ്ട്. എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു യാദവ് എന്ന് പറയുന്ന ഒരു ഡൽഹിക്കാരിയെ ഈ അരികെ ആപ്പ് വഴി ഇയാൾ പരിചയപ്പെടുന്നത്. മഞ്ജു എന്തോ ലണ്ടനിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ മഞ്ജുവിനെ പരിചയപ്പെട്ടു, മഞ്ജുവുമായി അടുപ്പം സ്ഥാപിച്ചു. അതിനുശേഷം ഇയാൾ എന്ത് ചെയ്തു? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നൈസായിട്ട് മഞ്ജുവിൽ നിന്നും കുറച്ച് പണം ആവശ്യപ്പെട്ടു. മഞ്ജു അത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു മാസമായിട്ടും ഇയാൾ പണം തിരിച്ചു കൊടുക്കുന്നില്ല. ചോദിച്ചിട്ടാണെങ്കിൽ റിപ്ലൈയും ഇല്ല. അതോടെ മഞ്ജുവിന് ഉറപ്പായി ഇയാളിൽ നിന്ന് ഇനി പണം കിട്ടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയാണ് മഞ്ജു ബ്രിട്ടീഷ് മലയാളി എന്ന പത്രത്തെ സമീപിക്കുന്നതും ഈ വാർത്ത പുറത്തുവിടുന്നതും. ഇനി ഒരാളും ഇയാളുടെ വലയിൽ കുടുങ്ങരുത് എന്നാണ് മഞ്ജു പറയുന്നത്. എന്നാൽ അതേസമയം ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഇയാൾ പണം തട്ടുകയും ചെയ്ത 6ഓളം പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് തന്റെ കൈവശം ഉണ്ട് എന്നും, പക്ഷെ അവരാരും രംഗത്ത് വരാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തു വിടാത്തതും എന്നും ഒക്കെയാണ്
മഞ്ജു പറഞ്ഞു വെക്കുന്നത്. അതിൽ പലരും ലക്ഷക്കണക്കിന് രൂപ ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെല്ലാത്തിന്റെയും തെളിവുകൾ മഞ്ജുവിന്റെ പക്കലുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാകും, അവരാരും രംഗത്ത് വരാൻ തയ്യാറാവണ്ടേ. ഇയാളുടെ ചതിൽപ്പെട്ട പെൺകുട്ടികൾ എല്ലാവരും പറയുന്നത് പണം പോയാലും വേണ്ടില്ല, മാനം പോകരുത് എന്നുള്ളതാണ്. പലരുടെയും ഈ ചിന്താഗതിയൊക്കെ തന്നെയാണ് ഇങ്ങനെ ചതിക്കുന്ന ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ ഡൽഹിക്കാരായിട്ടുള്ള മഞ്ജുവിലേക്ക് വരുമ്പോൾ താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മഞ്ജു ഇയാളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഒരു മാസം മുന്നേ ഇയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. ഇയാൾ വീണ്ടും ഒരുപാട് പെൺകുട്ടികളെ ചതിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയ മഞ്ജു എന്താക്കി, മലയാളി നേഴ്സിംഗ് സംഘടനയുടെ സഹായം ആവശ്യപ്പെട്ടു. ഇവിടെ മഞ്ജു മലയാളി നേഴ്സിംഗ് സംഘടനയുടെ സഹായം ആവശ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടോമിന്റെ വരയിൽ വീണു പോകുന്നവരിൽ ഭൂരിഭാഗവും നഴ്സുമാരാണ്. പിന്നെ മഞ്ജുവും ഒരു നഴ്സാണല്ലോ. അത് മനസ്സിലാക്കിയാണ് മഞ്ജു മലയാളി നേഴ്സിംഗ് സംഘടനയുടെ സഹായം ആവശ്യപ്പെട്ടത്. ഈ മലയാളി നേഴ്സിംഗ് സംഘടന സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ആരും ഇത് പ്രത്യേകിച്ച് ഗൗനിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഇവിടെ ഈ ടോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾക്ക് പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇയാൾ പരിചയപ്പെടുന്ന പെൺകുട്ടികളോടൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയോ, താൻ വലിയ ബിസിനസ്മാൻ ആണ്, റിക്രൂട്ട്മെന്റ് ഏജൻസി ഒക്കെ ഉണ്ട്, അതുവഴി കോടികളാണ് സമ്പാദിക്കുന്നത് എന്നൊക്കെയാണ്. ജാഗുർ കാർ സ്വന്തമായിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാളുടെ കയ്യിൽ വാടക കൊടുക്കാൻ പോലുള്ള ക്യാഷ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലാണല്ലോ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ പറ്റുക. എന്തൊക്കെയായാലും ഇയാൾ ഈ അരികെ ആപ്പ് വഴി പരിചയപ്പെടുന്ന പെൺകുട്ടികളെ വശത്താക്കിയതിനു ശേഷം പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഇവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ, ഇയാൾക്ക് 2 മക്കളുണ്ടല്ലോ, ആ മക്കളെ കൊണ്ട് ഈ പെൺകുട്ടികളെ മമ്മാന്ന് വിളിപ്പിക്കും. സ്വാഭാവികമായിട്ടും അയാളുടെ മക്കൾ മമ്മാന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കുമല്ലോ. ആ ഫീൽ അങ്ങോട്ട് ഇയാൾക്ക് കയറി പിടിക്കും. ഇതാണ് ഇയാളുടെ മെയിൻ തുറപ്പിച്ചീട്ടെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല നന്നായി മനം വയ്ക്കുന്ന രീതിയിൽ ഇയാൾക്ക് സംസാരിക്കാനും അറിയാം. അല്ല, അങ്ങനെ അറിയുന്നവർക്കാണല്ലോ പൊതുവെ പെൺകുട്ടികൾ ഇങ്ങനെ വലയിൽ വീഴ്ത്താനും കഴിയുക, അത് വേറെ കാര്യം. എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഇയാൾ നല്ല രീതിയിൽ വീഡിയോ കോളൊക്കെ ദൃശ്യങ്ങൾ പകർത്തും കേട്ടോ. പിന്നെ ഒരു കാരണവശാലും ചൂടാകാതെ ഇയാൾക്ക് പെൺകുട്ടികളെ കൈകാര്യം ചെയ്യാനും അറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും ഇയാൾ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടില്ല കേട്ടോ. ഒക്കെ സേഫ് ഗെയിം ആണ്. ഇപ്പൊ ഈ മലയാളി സംഘടനകൾക്കിടയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇയാളെ കുറിച്ച് ആർക്കും വലിയ പരിചയമൊന്നുമില്ല. സാധാരണ ഒരു മലയാളി വിദേശത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ ഇത്തരം സംഘടനകളിലൊക്കെ പോയി ജോയിൻ ചെയ്യല്ലോ. പക്ഷെ ഇയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ തട്ടിപ്പ് നടക്കൂലല്ലോ. എന്തൊക്കെയായാലും ഇയാളുടെ ഡീറ്റെയിൽസ് എടുത്ത് ഇയാളെ കുറിച്ച് അന്വേഷിച്ച് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സ്ത്രീകളെ കബളിപ്പിച്ച് ഇയാൾ നേടിയെടുക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗം പണവും ദൂർത്തടിക്കാനും മറ്റുമൊക്കെയാണ് ഇയാൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. എന്തിന് ഈ പറയപ്പെടുന്ന മഞ്ജുവിൽ നിന്ന് പോലും ഇയാൾ പല ഘട്ടങ്ങളിലായി 12 ലക്ഷത്തിലധികം രൂപ വാങ്ങിയിട്ടുണ്ട്. എത്രയാണ് 12 ലക്ഷത്തിലധികം? അത് കൂടാതെ 2024 ജനുവരിയുടെ അവസാന വാരത്തിൽ മഞ്ജുവിനെ കൊണ്ട് 17 ലക്ഷം രൂപ ലോൺ എടുപ്പിക്കുകയും ചെയ്തു. ആ ലോൺ എടുപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാം, അത് കോമഡിയാണ്. അതായത് മഞ്ജുവിനോട് ഇയാൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, വീട്ടിൽ വിവാഹത്തിന് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് അങ്ങ് പറഞ്ഞു. മഞ്ജു അത് വിശ്വസിച്ചു. എന്നിട്ട് ഇയാൾ അങ്ങ് പറയാണ് കുറച്ച് ക്യാഷിന്റെ ഷോർട്ടേജ് ഉണ്ട്, ഇപ്പൊ ബിസിനസ് ഒക്കെ ഡള്ളാണ്, അപ്പൊ കുറച്ച് ക്യാഷ് ബിസിനസ്സിലൊക്കെ ഇറക്കേണ്ടി വന്ന്, അപ്പൊ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണം ആവശ്യമാണ്, ഇനി ഒരു കാര്യം ചെയ്യും, എനിക്ക് ലോൺ എടുത്ത് തരുമോ, കല്യാണം കഴിഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടാം എന്നൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് ഈ മഞ്ജുവിനെ കൊണ്ട് ഇയാൾ ലോൺ എടുപ്പിച്ചത്. മഞ്ജു ആണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്രയും വലിയ തുക ഇയാൾക്ക് ലോൺ എടുത്ത് മഞ്ജു നൽകുന്നത്. ഓൾറെഡി നിങ്ങൾ ആലോചിക്കണം, പല ഘട്ടങ്ങളിലായിട്ട് മഞ്ജുവിന് ഇയാൾ 10 ലക്ഷത്തിന് മുകളിൽ കൊടുക്കാനുണ്ട്. അത് വെച്ചിട്ടാണ് പിന്നെയും ലോൺ എടുപ്പിക്കുന്നത്. ഇതാണ് പറയുന്നത്, വിശ്വാസം പിടിച്ച് പറ്റിക്കഴിഞ്ഞാണെങ്കിൽ മനുഷ്യന്മാരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന്. എന്തായാലും മഞ്ജുവിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് കേട്ടോ. അച്ഛൻ മരിച്ചൊരു പെൺകുട്ടിയാണ്, മുമ്പ് വിവാഹം കഴിഞ്ഞതുമാണ്. അങ്ങനെ വിവാഹമോചനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മയുടെ നിർബന്ധം വഴിയാണ് ഡേറ്റിംഗ് ആപ്പിൽ കൊണ്ടുപോയി മഞ്ജു തലവെക്കുന്നത്. എന്തായാലും ഡേറ്റിംഗ് ആപ്പ് പോയി കണ്ടെത്തിയ ടോം തുടക്കത്തിലൊക്കെ ഭയങ്കര സൗമ്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അത് തന്നെയാണ് അവൾ ആ വലയിൽ വീണു പോകാനുള്ള കാരണവും. എന്തായാലും മൊത്തത്തിൽ മഞ്ജു മൂഞ്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാവംല്ലേ, എന്തോരം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഇപ്പൊ ടോമിനെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടികളെ പറ്റിച്ചത് കൂടാതെ തന്നെ വിസ തട്ടിപ്പ് നടത്തിയ കേസും നിലവിലുണ്ട്. ഇയാൾ വിസ എടുത്തു തരാമെന്നും പറഞ്ഞ് പണവും വാങ്ങി മുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ 1-2 പേർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കിടപ്പ് വശം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ചതിക്കുഴികൾ ഡേറ്റിംഗ് ആപ്പുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അടപടലം മൂഞ്ചി പോകും. അത്രയും ഡേഞ്ചർ ആണ് ഈ ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നവരോടും ഉപയോഗിക്കാൻ പോകുന്നവരോടും ഒരു മുന്നറിയിപ്പായിട്ട് ഇത് കൂട്ടിയാൽ മതി. ഇതിലൂടെ ഇതേപോലെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പറ്റിക്കപ്പെട്ടത് തന്നെയാണ്, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെ ഇതിലൊരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആവുന്ന കേട്ടു നോക്കി. ആക്ച്വലി ഞാൻ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അരികെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടുന്നുണ്ട്, ലൈക്ക് ഫേക്ക് ആയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുടെ മെത്തേഡ് അനുസരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ എഫക്റ്റ് ചെയ്യും. പോസിറ്റീവ് എന്ന് പറയുമ്പം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്രീ ഓഫ് ടൈമിൽ ഒന്ന് കറങ്ങാൻ പോകാനും ജസ്റ്റ് എന്താ പറയുക കുറച്ച് ടൈം സംസാരിക്കാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനും ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യാം. നെഗറ്റീവ് എന്ന് പറയുമ്പം ഫേക്ക് ആയിട്ടുള്ള കുറേ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന നമുക്കറിയില്ല. മേ ബി നമ്മൾ നല്ല വശം ആയിരിക്കും, നമ്മളെ ഒരു ഒഫീഷ്യൽ ടോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക വളരെ സിമ്പിളായിട്ട് ചെറിയ റൈഡും കാര്യങ്ങളായിരിക്കും. അവരത് ഏത് രീതിയിലാണോ യൂസ് ചെയ്യുന്നത് നമ്മളത് ബാധിക്കും. അതാണ് അതിന് നെഗറ്റീവ് വരുന്നത്. അല്ല പിന്നെ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് നേരിൽ കണ്ട് സംസാരിച്ച് ഒരാളെ പ്രപ്പോസ് ചെയ്ത് പതിയെ ആവുന്നതും ഒരു എവിടെയോ ഏതോ രണ്ടറ്റത്തിരുന്ന് പരസ്പരം മിണ്ടി പിന്നീട് എപ്പോഴോ കണ്ട് അയ്യോ ഇങ്ങനെ ആളെ അല്ലല്ലോ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അങ്ങനെ സിറ്റുവേഷൻ വരാലോ. അത് നല്ല ഫേസ് ടു ഫേസ് അല്ലേ.
അത് ശരിയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പ് ഇപ്പം യൂസ് ചെയ്യുന്നത് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, സിംഗിൾ ലൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റിങ് ആണെങ്കിൽ നമ്മളൊരു ഡേറ്റിംഗ് ആപ്പിലൂടെ യൂസ് ചെയ്യുന്ന ഫ്യൂച്ചർ ഒരു കപ്പിൾ ഗോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പലരും കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ പലരും മാരീഡ് ആണ്, പലർക്കും നിലവിൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്നാൽ കൂടി അവരൊരു എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടുണ്ട് കുറേ. അപ്പം ഡേറ്റിംഗ് ആപ്പുകൾ നല്ലതാണോ മോശമാണോ? യൂസ് ചെയ്യുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്കതിൻ്റെ വശം എന്തിനും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് എടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എടുക്കാം. നമ്മളെ എഫക്ട് ചെയ്യും. പേഴ്സണൽ ആയിട്ടുള്ള ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊരു കൺട്രോളിംഗ് ഇല്ലാതെ ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് വശമായിരിക്കും റിഫ്ലക്ട് ചെയ്യുക. അതെല്ലാം ഞാൻ വളരെ തന്ത്രപൂർവ്വം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ആയിരിക്കും. അതെ, തന്ത്രപൂർവ്വം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാനും പറ്റും. അതാണ് പുള്ളിക്കാർ പറയാതെ പറഞ്ഞു വെക്കുന്നതില്ലേ. എന്തായാലും ഇതൊക്കെയാണ് ഇത്തരം ആപ്പുകളുടെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞില്ലേ, കേട്ടില്ലേ, പലർക്കും സ്വന്തമായിട്ട് ഗേൾ ഫ്രണ്ട്സും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. എന്നാലും ടൈം പാസിന് വേണ്ടിയിട്ടാണ് പലരും ഇത്തരം ആപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നവർ ഇവർ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഡേഞ്ചർ ആണ് ഇത്തരം ആപ്പുകൾ എന്നുള്ളതാണ്. സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഡേറ്റിംഗ് ആപ്പുകൾക്കൊന്നും എതിരല്ല. ഒരു തരത്തിലും പെണ്ണ് കിട്ടാതെ സിംഗിൾ അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇത് വഴി എന്തെങ്കിലും കിട്ടാണെങ്കിൽ കിട്ടിക്കോട്ടല്ലേ. പക്ഷെ ഇത്തരം ചതിക്കുഴികളെ നമ്മൾ നോക്കണമെന്ന് മാത്രം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.